ആ ഈ മീനൊന്ന് വറുത്തരുവോ? വറുത്തരാലോ. വായു. മീൻ വറുക്കാൻ ആവശ്യമുള്ള വെളുത്തുള്ളി ഒരു 10 അല്ലി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് വിനാഗിരി, ചെറുനാരങ്ങ കയ്യിലുള്ള ആളുകൾ ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി. പേസ്റ്റ് നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം. റെഡിക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് വേവിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേവി, ഇതിൻ്റെ മസാല വേഗം കരിയും. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ, ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ആവാത്തത് കൊണ്ട് ഇത് വലിയ മീനായതും കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചെറുതായിട്ട് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1.5 സബോള അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 കറിവേപ്പിൻ്റെ ഇല, 1 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഫിഷ് മസാല 1 ടീസ്പൂണ്. ഒരു ചീഞ്ചട്ടി ചൂടാക്കി മീൻ വറുത്ത വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് സബോള അരിഞ്ഞു വെച്ചത്, ഇതൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഇത് നന്നായി വാടണ വരെ ഇളക്കണം കേട്ടോ. നന്നായി വാടുമ്പോൾ വാടി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഇപ്പോൾ ഒരു വിധം വാടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അതിൽ തക്കാളി ചേർക്കാം. ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കണം കേട്ടോ. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല നമ്മളൊന്ന് ഇളക്കാം. ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വെക്കട്ടെ. വാടിയ ഇലയിൽ നമ്മൾ വാട്ടണം. ഇല മുറിച്ച് വാട്ടി അതിലേക്ക് നമ്മുടെ ഗ്രേവി അങ്ങനെ പരത്തി വെക്കണം. ഇതിൻ്റെ മേലേക്ക് വെക്കണം. മീൻ വറുത്തതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടിയും ഇതിൻ്റെ മേലേക്ക് വയ്ക്കുക. അപ്പോൾ ഈ സബോളയുടെ ഒരു ടേസ്റ്റും തക്കാളിയും എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളിത് പൊതിയണം കേട്ടോ. വാഴയിലയിൽ നന്നായി പൊതിയാം. ഇലയിൽ പൊതിഞ്ഞത് ചീഞ്ചട്ടിയിൽ നമുക്കിടാം. അത് തിരിച്ചും മറിച്ചും ഇതിനെ ഒന്ന് പതുക്കെ ചൂടാക്കിയെടുക്കാം. പൊന്നു, ഇതാ നീ പറഞ്ഞ മീൻ വറുത്തത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം.
ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.